പറയാൻ പോകുന്നത് മാലിന്യമുക്ത കേരളത്തെ കുറിച്ചാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. പച്ചപ്പട്ട് വിരിച്ച മലനിരകളും താഴ്വരകളും അരുവികളും കടലും കായലും ഇതെല്ലാം നിറഞ്ഞ മനോഹരമായ നാട്. പണ്ട് ചങ്ങമ്പുഴ പാടി, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. എന്നാൽ ഇന്നോ എവിടെ തിരിഞ്ഞു നോക്കിയാലും മാലിന്യ കൂമ്പാരം മാത്രം. പൊതുനിരത്തിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ വയ്യ. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നത് മനുഷ്യർക്ക് ശീലമായി. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ പൗരന്മാർക്കും ചില അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ കടമകളുമുണ്ട്. ഭൂരിപക്ഷം ആളുകളും കടമകളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അതിൻ്റെ ബലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ മാലിന്യ കൂമ്പാരം. മാലിന്യം എന്നാൽ ഉപയോഗശൂന്യമായതോ ആവശ്യമില്ലാത്തതോ ആയ വസ്തുക്കളാണ്. ചികിത്സ ലഭ്യമല്ലാത്ത പല മാരക രോഗങ്ങൾക്കും മരണങ്ങൾക്കും അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും മാലിന്യ കൂമ്പാരമാണ്. ചപ്പുചവറുകൾ കൊണ്ടും ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടും രാസമാലിന്യങ്ങൾ കൊണ്ടും നമ്മുടെ പുണ്യനദികളെയും കുളങ്ങളെയും മലിനമാക്കുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടത്. നഗരങ്ങൾ വർദ്ധിക്കും തോറും മാലിന്യങ്ങൾ വർദ്ധിക്കും, അത് സത്യമാണ്. മാലിന്യങ്ങളെ ജൈവമെന്നും അജൈവമെന്നും ഈ മാലിന്യങ്ങളെന്നും അപകടകരമായ മാലിന്യങ്ങളെന്നും തരംതിരിക്കണം. മാലിന്യ നിർമ്മാർജ്ജനം എന്നത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മളത് മനസ്സിലാക്കണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പല മാർഗരേഖകളും ബോധവൽക്കരണവും നടപ്പിലാക്കി വരുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് സംവിധാനത്തിൽ എത്തിക്കാൻ കഴിയും. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് തുണിസഞ്ചികൾ ഉപയോഗിക്കാൻ തുടങ്ങുക. അപ്പോൾ ഹരിത കേരളം എന്ന സ്വപ്നത്തിലേക്ക് മാറാൻ കഴിയും. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഹരിത കർമ്മസേന നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തരംതിരിച്ച് കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. മാലിന്യ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഒരു വൻ വിപത്തമായി കാണണം. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ പല മാരക രോഗങ്ങളും നാം തന്നെയാണ് വരുത്തിവെച്ചത്. നാം ഒരിക്കലും പൊതുസ്ഥലത്തോ പറമ്പുകളിലോ മാലിന്യം വലിച്ചെറിയില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. പ്രിയ കൂട്ടുകാരെ, ഒരു മത്സരത്തിൽ ജയിക്കുന്നേക്കാളും വലുതാണ് നമ്മുടെ നാടിനെ ജയിക്കുന്നത്. വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോഴും കളിക്കുമ്പോഴുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുക. അയൽവക്കക്കാരെ ബോധവൽക്കരിക്കണം. മാലിന്യമില്ലാത്ത കേരളം എന്നാൽ രോഗമില്ലാത്ത കേരളം. മാലിന്യമില്ലാത്ത കേരളം എന്നാൽ വിഷമില്ലാത്ത ഭക്ഷണവും വെള്ളവും. മാലിന്യമില്ലാത്ത കേരളം എന്നാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സുന്ദരമായ നാട്. നമുക്കൊന്നിച്ച് കൈകോർക്കാം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ വലിച്ചെറിയുന്ന ശീലം അവസാനിപ്പിക്കാം. മാലിന്യമൊത്ത കേരളം എന്ന ലക്ഷ്യത്തിനായി നമുക്കൊന്നിച്ചണിചേരാം. നന്ദി.